ഹലോ, നമ്മളിന്ന് ഇരിങ്ങാലക്കുട പള്ളിക്ക് പോവാണ്. നമ്മുടെ പിണ്ടിപ്പെരുന്നാളാണ്. 11, 12, 13 ദിവസങ്ങൾ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച 10-ാം തീയതി. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ കർമ്മമാണ് പള്ളിയിൽ. അപ്പോൾ ആ ഒരു പരിപാടി കാണാൻ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ പള്ളിക്ക് ആ നേരത്തെ എത്താൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഫ്യൂഷൻ മ്യൂസിക് ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിന്ന്. പക്ഷേ ലേറ്റായി പള്ളിയിലെത്തിയപ്പോൾ. ഞങ്ങളവിടെ പള്ളിയിലെത്തിയപ്പോൾ പരിപാടി കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു പാട്ടിൽ കേൾക്കാൻ വിചാരിച്ചിട്ട് വേഗം നടക്കുകയായിരുന്നു. ഫ്ലാഷ് ലൈറ്റ് ഓണാക്കോ? എടുക്കാമോ? ഫ്ലാഷ് ഓണാക്കോ എല്ലാവരും? ഞങ്ങളെ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിച്ച് വന്ന, പക്ഷെ പരിപാടി ഒരു 10 മണിക്ക് കേട്ടോ. പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം പാട്ടൊക്കെ കേട്ടു. നല്ല രസമുണ്ടായിരുന്നു. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. വെച്ചാൽ സാധാരണ വില്ലേജസ് ഇത്ര ആൾക്കാരുണ്ടാവാറില്ല, ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം നല്ല തിരക്കുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു പള്ളിയിൽ. പിന്നെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം ഇലക്ട്രിക് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല, അതൊക്കെ മിസ് ചെയ്ത് ഈ ഒരു പരിപാടി കണ്ടു. കാരണം ഞങ്ങള് മാസങ്ങളും വർഷങ്ങളും എടുത്ത് പഠിച്ച സാധനം ഒറ്റ മിനിറ്റ് കൊണ്ട് അച്ഛൻ കയറി കൊട്ടി. അച്ഛൻ പൊടിയല്ലേ? നന്നായിട്ടൊന്ന് പോയി. അച്ഛൻ ഈ ഒരു സപ്പോർട്ട് കൊടുത്തത് നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ? അച്ഛോ ഇപ്രാവശ്യത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഉണ്ടാവും. അവിടെ അമ്പ് വയ്ക്കുന്ന സ്ഥലമായാലും ഒക്കെ അറേഞ്ച് ചെയ്തത് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാണാനൊക്കെ അടിപൊളിയായിരുന്നു. ഇതാട്ടാ അമ്പ് വയ്ക്കുന്ന നേർച്ചിടാനുള്ള സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ അധികം തിരക്കൊന്നും വരാതിരിക്കാനുള്ള രീതിയിലുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒക്കെ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് കാണാനൊക്കെ. പിന്നെ പള്ളിക്ക് ചുറ്റുമുള്ള പന്തലുകളായാലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 10 മണി സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പള്ളിക്ക് ചുറ്റുമുള്ള പന്തല് ലൈറ്റൊക്കെ ഒന്നും കണ്ടിട്ടുണ്ടായില്ല. അപ്പം അതൊക്കെ കണ്ട് പതുക്കെ നമുക്ക് വീട്ടിലേക്ക് പോകുന്നുണ്ട്. സാധാരണ ഇവിടെ അമ്പുപെരുന്നാൾ 3 ദിവസമാണ് ഉണ്ടാവുക. പക്ഷെ ഇപ്രാവശ്യം 5 ദിവസമായ പോലെയുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസം പരിപാടി ഉണ്ട്, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം അതിൻ്റെ തലേ ദിവസം ഇവിടെ പള്ളിയിൽ ശിങ്കാരിമേള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും 5 ദിവസമായി ഇപ്പോൾ പെരുന്നാൾ. മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ ഇരിങ്ങാലക്കുട പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ് എല്ലാവർക്കും. ഇവിടുത്തെ സ്കൂളൊക്കെ വിട്ട് വേഗം വെള്ളിയാഴ്ച ദിവസം വേഗം എത്തി. ശനിയെന്ന് വെള്ളിയാഴ്ച ആയാൽ മതി തന്നെയായിരുന്നു. വേഗമായി പെരുന്നാൾക്ക് പോവാ, പള്ളിയിൽ പോവാ, അതൊക്കെ
ആയിരുന്നു. ഇപ്പോൾ പെരുന്നാളിൻ്റെ വൈബ് കാര്യങ്ങളൊക്കെ 2 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് പെരുന്നാൾ ഒരാഴ്ച പെരുന്നാൾ പോലെ ആയിപ്പോൾ. ദിവസം അമ്പ് ആണ് ഇവിടെ വലിയങ്ങാടി അമ്പ് ഫെസ്റ്റിവൽ ഉണ്ട്. ഇപ്രാവശ്യം കോമ്പാറ പിന്നെ 2 സ്ഥലങ്ങളിലൊക്കെ അമ്പ് ഫെസ്റ്റിവൽ പോലെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നാളത്തെ പരിപാടി കാണാം. ഓക്കെ, ബൈ.